ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 12-ാം അധ്യായം 3-ാം വചനത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ്: ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ല എന്നും യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സന്തോഷത്തോടെ പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവാത്മാവിനാൽ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ആ വ്യക്തി യേശു കർത്താവും രക്ഷകനുമാണ് എന്ന് ഏറ്റുപറയും. ദൈവാത്മാവില്ലാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തെ അറിയുക സാധ്യമല്ല. അപ്പൊ യേശു കർത്താവാണ് എന്ന് ഏറ്റുപറയാൻ ആര് വേണം? പരിശുദ്ധാത്മാവ് വേണം. പ്രിയ ദൈവമക്കളെ, യേശുവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കണമെങ്കിലും യേശുവിൻ്റെ വചനത്തെ ജീവിതത്തിൽ സ്വീകരിച്ച് പ്രാവർത്തികമാക്കണമെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ചലിപ്പിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് അതിന് നമ്മളെ പര്യാപ്തരാക്കണം. ഓരോ വിശുദ്ധാത്മാക്കളും എല്ലാ പ്രവാചകന്മാരും ദൈവിക വ്യക്തികളും പരിശുദ്ധ അമ്മയുമെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തികളായിരുന്നു. അവർ വചനത്തെ സ്വീകരിച്ച് ഈ ലോകത്തിൽ തങ്ങളുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ ദൈവത്തെ കാണിച്ചു കൊടുത്തവരും ദൈവത്തിൽ ജീവിച്ചവരും ദൈവിക പ്രകാശത്തിൻ്റെ തിരിവട്ടം അനേക ജീവിതങ്ങളിലേക്ക് പകർന്നു കൊടുത്തവരുമാണ്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു കൃപ നിറയുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ വ്യക്തിയായിട്ട് ജീവിക്കാൻ അത് നമ്മളെ പര്യാപ്തരാക്കും. നല്ല ആഗ്രഹത്തോടെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ദൈവാത്മാവിൽ നിറയാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് തീക്ഷ്ണതയോടെ ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ട് എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ, എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കാൻ കരങ്ങളൊന്ന് കൂപ്പി കണ്ണുകൾ ഒരു നിമിഷം അടച്ച് എല്ലാ ദൈവമക്കളും ഏകാഗ്രതയോടെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, അങ്ങയെ അറിയാൻ, അങ്ങയെ അനുഭവിക്കാൻ, എൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തിപരമായ സൗഹൃദ ബന്ധം അങ്ങയോട് വളർത്താൻ, അതുവഴി അങ്ങിൽ നിന്ന് പിരിയാത്ത ഒരു സ്നേഹബന്ധം നിലനിർത്തുവാൻ ഏറെ ദാഹത്തോടെ ഈ നിമിഷങ്ങളെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് വേരുപാകപ്പെടണമെങ്കിൽ ആത്മാവിൻ്റെ ഒരു സ്പർശനം എനിക്ക് അനിവാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഈ വചനത്തിൻ്റെ വെളിച്ചം പ്രകാശമായി അനേകരുടെ ജീവിതങ്ങളിലേക്ക് വെളിച്ചം വീശണമെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ആത്മാവിൻ്റെ ഒരു നിറവ് വേണം. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ അവബോധത്തോടെ തിരിച്ചറിവോടുകൂടെ ഞാൻ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ, അവിടുത്തെ ശക്തിയാൽ നിറയ്ക്കണമേ, അവിടുത്തെ ആത്മാവിൽ എൻ്റെ ജീവിതത്തെ നയിക്കണമേ. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഇപ്പോൾ ആവസിക്കണമേ. എല്ലാ ദൈവമക്കളും തീക്ഷ്ണതയോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയാനുള്ള ആഗ്രഹത്തോടും തീക്ഷ്ണതയോടും ദാഹത്തോടും കൂടെ എല്ലാവരും കർത്താവായ ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയായി എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ അവിടെ നിറയണമേ, എൻ്റെ കുടുംബത്തിലേക്ക് നിറയണമേ, എൻ്റെ അവസ്ഥകളിലേക്ക് നിറയണമേ. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന അലസതയിലേക്ക്, മരവിപ്പിലേക്ക്, മന്ദോഷ്ണതയിലേക്ക് ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ആവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർജീവമായ മണ്ണിനെ മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തിയ ജീവശ്വാസമേ, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും അവിടുന്ന് ആവസിക്കണമേ. തീക്ഷ്ണതയില്ലാത്ത, ഊഷ്മതയില്ലാത്ത എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഇപ്പോൾ ആവസിക്കണമേ. ശക്തിയായി നിറയണമേ. പരിശുദ്ധാത്മാവേ, ആത്മശക്തിയെ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെ ഉണർത്തുവാൻ ഞങ്ങളിലേക്ക് ആവസിക്കണമേ. ഒരു പുതിയ പന്തക്കുസ, ഒരു പുതിയ അഭിഷേകം, ഒരു പുത്തൻ നിറവ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അനേക മനസ്സുകളിലേക്ക് സംഭവിക്കട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ മനസ്സുകളിലേക്കും പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ. ഓരോ കോശങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓരോ ഹൃദയങ്ങളിലും ആത്മാവിന്റെ ഒരു അഗ്നിജ്വലനം ഇപ്പോൾ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അഗ്നിശക്തിയായി അവിടുന്ന് ഇപ്പോൾ ആവസിക്കണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ താഴ്ത്തി, കൈകൾ കൊട്ടി, തീക്ഷ്ണതയിൽ ജ്വലിച്ച് ആത്മാവിൽ നിറഞ്ഞ ദാഹത്തോടെ ആരാധിക്കട്ടെ.
പരിശുദ്ധാത്മാവിൽ നദിയായൊഴുകി എന്നിലിന്നു വാ. ആമേൻ. ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ. ആത്മാവേ, ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ. Holy Power. ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ. ആമേൻ. പോലെ പെയ്തിറങ്ങി വാ. അനേക മനസ്സുകളിലേക്ക് മഴ പോലെ പെരുമഴ പോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പെയ്തിറങ്ങട്ടെ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പെയ്തിറങ്ങി വാ. ആമേൻ, 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 ആമേൻ. Come Holy Spirit, come Holy Spirit, come Holy Spirit. ആത്മാവിൽ നിറയട്ടെ, വരദാന ഫലങ്ങൾ നിറയട്ടെ, ഓരോ ഹൃദയങ്ങളും ഉണരട്ടെ, അനേക മനസ്സുകളിലേക്ക് ദൈവശക്തി നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ, അനേക ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് നയിക്കട്ടെ. ദൈവത്തിൽ ആടപ്പെടാം, ദൈവസ്നേഹത്തിൽ ആടപ്പെടാം, വചനത്തിൽ ആടപ്പെടാം. ഒരു അഭിഷേകം ഇപ്പോൾ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സ്ഥലത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന്റെ ആത്മാവിൽ നയിക്കപ്പെടാൻ നിറയ്ക്കപ്പെടണം. ദാഹത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയെ ഇപ്പോൾ ഞങ്ങളിലേക്ക് ആവസിക്കണമേ. ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ ജ്വലനം ഞങ്ങളിൽ സംഭവിക്കട്ടെ. വചനത്തെ സ്വീകരിക്കാൻ മാത്രം ഹൃദയം ഒരുക്കമുള്ളതാകുവാൻ ദൈവത്തിന്റെ ആത്മാവേ കരുണ ചൊരിയണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെയ്തിറങ്ങി വാ. കരങ്ങൾ ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധമാവേ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധമാവേ, ഹൃദയങ്ങൾ നിറയട്ടെ. മഴ പോലെ പെയ്തിറങ്ങി വാ. ജീവശക്തിയായ ഓരോ കോശങ്ങളിലേക്ക് ഇപ്പോൾ നിറയട്ടെ. മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. രക്തസാക്ഷികളിലും നിറഞ്ഞ പരിശുദ്ധമേ, ലോകത്തിന് അനുഗ്രഹമാക്കി തീർത്ത പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൽ കരുണയോടെ നിറയണമേ. പരിശുദ്ധമേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നമുക്കിരിക്കാം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പറഞ്ഞു കേട്ട ഒരു കാര്യം ഓർമ്മ വരികയാണ്. വിവാഹത്തിൻ്റെ 50 വർഷങ്ങൾ പിന്നിട്ട ദമ്പതികളുടെ സുവർണ ജൂബിലി ആഘോഷം. ആശംസകൾക്കും ആഘോഷങ്ങൾക്കും ഒക്കെ ഒടുവിൽ അപ്പച്ചൻ ഇങ്ങനെ ഹൃദയം തുറന്ന് പറയാ, ഒരു സത്യം പറഞ്ഞ വർഷം 50 ആയെങ്കിലും എനിക്കിവളെ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു സത്യസന്ധമായ ഫലിതമെന്ന് നമുക്ക് തോന്നാം. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് സത്യത്തിൽ, ഇല്ലേ? 50 വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ നാളുകളിലെ യുവതി യുവാക്കളും മറ്റ് പലരും പറഞ്ഞു വെക്കുന്ന ഹൃദയം തുറന്ന ഒരു സത്യമുണ്ട്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒരു വിശ്വാസത്തിൽ ഒരു തീഷ്ണത തോന്നുന്നില്ല. എന്താന്ന് വെച്ചാ അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ആരെ? കർത്താവിനെ. അതാണ് പൗലോസ്ലീഹ പറഞ്ഞു വെച്ചത്, യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ ദൈവാത്മാവ് മുഖേന അല്ലാതെ ആർക്ക് സാധിക്കില്ല. സ്നേഹത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. യോഹന്നാൻ സുവിശേഷത്തിന്റെ 4-ാം അധ്യായം 22-ാം വചനത്തിൽ ഈശോ സമ്മരിയാക്കാരിയോട് ഓർമ്മിപ്പിക്കുന്ന ഒരു വചനം വളരെ ശ്രദ്ധേയമാണ്. ഈശോ പറഞ്ഞു വെക്കുകയാണ്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. അപ്പൊ ആരെ ആരാധിക്കുന്നത്? അറിയാത്തതിനെയാണ് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുക.
യഹൂദരുടെ ജെറുസലം ദേവാലയം മാത്രം കേന്ദ്രീകൃതമായ അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങപ്പെട്ട ഒരാരാധന എന്ന് പറയുന്നത് അറിയാത്തതിനെ ആരാധിക്കുക. എന്തോ ഒരു ശക്തി, എന്തോ ഭയപ്പെടുത്തുന്ന ഒന്ന്, ചില നിയമാനുഷ്ഠാനങ്ങളുടെ നേർരേഖയിൽ നിന്ന് ഒരല്പം വ്യതിചലിച്ചാൽ മുഴുവൻ തകർന്നു പോകുന്ന രീതിയിലുള്ള ഭയപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത. കർത്താവ് പറയാണ്, നിങ്ങൾ ആരാധിക്കുന്നത് അറിയാത്തതിനെയാണ്. സ്നേഹത്തോടെ പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ടാണ് അനേക വ്യക്തികൾ ദൈവത്തെ ആരാധിക്കാതെ പോകുന്നത്, ദൈവ സ്നേഹത്തിലേക്ക് നിറയാതെ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇത്രേ സംഭവമുള്ളൂ, അറിയുന്നില്ല. ഈശോ മറ്റൊരിടത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്ത കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അപ്പൊ എന്താണ് സംഭവം? അറിഞ്ഞിട്ടില്ല. ഇത് ഈ ദൈവവചനത്തെ അറിഞ്ഞിട്ടില്ല, ദൈവ സ്നേഹത്തെ അറിഞ്ഞിട്ടില്ല. നമ്മളൊക്കെ നാളുകളായിട്ട് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. എന്തിനെ? എന്തോ കേട്ടറിവുള്ള ഒന്നിനെ, കേട്ടറിവ് മാത്രമാണ്. ജീവിതത്തിന്റെ അനുഭവത്തിന്റെ തലത്തിലേക്ക് ഇനിയും കടന്നു വരാനാകാത്ത വിധത്തിലുള്ള എന്തോ ഒന്നിനെ, അകലെയിരിക്കുന്ന ഒന്നിനെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ടാണ് വിശ്വാസത്തിൽ എനിക്ക് തീഷ്ണത തോന്നാത്തത്? എന്തുകൊണ്ടാണ് എനിക്ക് പ്രാർത്ഥനയിൽ ഒരു പടി ഉയർച്ചയില്ലാതെ വരുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ആത്മാവിൽ ഒരു ജ്വലനമില്ലാതെ വരുന്നത്? എന്തുകൊണ്ടാണ് ദൈവവചനത്തെ സ്വീകരിക്കാൻ എനിക്ക് സാധിക്കാതെ വരുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് കൂദാശകൾ സ്വീകരിക്കാൻ അഭിവാഞ്ച എൻ്റെ ഉള്ളിലില്ലാതെ പോകുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ നാളിതുവരെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് അറിയാത്ത ഒന്നിനെയാണ്. നീ ജീവിതത്തിൽ എപ്പോ തമ്പുരാനെ ഇങ്ങനെ അറിയാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അറിവ്? അത് ഭൗതികമായ ഒരറിവല്ല കേട്ടോ. ആ അറിവ് ഹൃദയത്തിലൊരറിവ്, ആ അറിവ് ആത്മാവിൻ്റെ നിറവിലൊരറിവാ. അത് നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങി നിൽക്കുകയല്ല, അത് ഇങ്ങനെ ആത്മാവിൽ കൂട്ടിയിട്ട കനല് പോലെ ഇങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരിക്കലും കെട്ടുപോകത്തില്ല. കാരണം എന്താണ്? റൂഹ, പരിശുദ്ധാത്മാവ് നിരന്തരം അതിന്മേൽ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. ഈശോ അതുകൊണ്ടാണ് സ്വർഗാരോപണത്തിന് മുമ്പ് അപ്പസ്വലന്മാരോട് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ആത്മാവിന്റെ ജ്വലനം എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ സംഭവിക്കാനായിട്ട് കാരണമാകുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ നിരന്തരം ജ്വലിച്ചു നിൽക്കുന്ന വിശ്വാസത്തിന്റെ ചൈതന്യം ഉണ്ടാവുക. അതാണ് യേശുക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ അധിഷ്ഠിതമായ ഒരു ക്രൈസ്തവ ജീവിതം, ഒരു യഥാർത്ഥ ആത്മീയതയുടെ ചൈതന്യം കെട്ടിപ്പടുക്കാൻ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ മാത്രം പര്യാപ്തമാകുന്ന ഒരു ക്രിസ്തീയ ജീവിതമായിട്ട് എൻ്റെതിനെ ഇങ്ങനെ സാവധാനം ഉയർത്തി നിർത്തുക. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ യുവജനങ്ങൾക്ക് നൽകിയ ക്രിസ്തു ജീവിക്കുന്നു എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിന്റെ 153 പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഒരു സ്നേഹിതനെന്ന് യേശുവിനെ വിളിക്കത്തക്ക വിധം അവിടുന്നുമായിട്ടുള്ള സൗഹൃദം അത്ര പ്രധാനപ്പെട്ടതാണ്. എന്ന് പറയാണ്, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കും. അപ്പൊ നമ്മളെങ്ങനെ സ്നേഹിതന്മാരാക്കുകയാണ്? എന്തിനു വേണ്ടിയിട്ട്? യേശുവുമായിട്ടുള്ള വേർപിരിയാനാകാത്ത ഒരു വ്യക്തിപരമായ ബന്ധം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ പിതാവ് ഈ അപ്പസ്തോലിക ആഹ്വാനത്തിൽ ഏതാണ്ട് ആദ്യാന്തം പ്രതിപാദിക്കുന്നത് മുഴുവനും ഓരോ യുവാക്കളും ആ യുവാവായ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ചൈതന്യത്തെയും യഥാർത്ഥ തീക്ഷ്ണതയും സ്വന്തമാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ അനേകരുടെ ജീവിതങ്ങളിലേക്ക് യേശുക്രിസ്തുവിന്റെ ചൈതന്യത്തെ പകർന്നു കൊടുക്കുന്ന വ്യക്തികളായിട്ട് മാറാനുള്ള ദാഹത്തോടെയാ. അതിനെന്ത് വേണം? അതിന് നിനക്ക് വ്യക്തിപരമായിട്ടൊരു ക്രിസ്താനുഭവം രൂപപ്പെടുത്തിയെടുക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കാത്തത് മറ്റൊന്നുകൊണ്ടുമല്ല, ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കാത്തതുകൊണ്ട്. എന്തുകൊണ്ടാണ്? അതികഠിനമായ പീഡനങ്ങൾക്ക് നടുവിൽ ആ തടവറയിൽ കിടക്കുമ്പോൾ അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും തങ്ങളുടെ വേദനകളെ മറന്ന്, ദുഃഖങ്ങളെ മറന്ന്, ഭാരങ്ങളെ മറന്ന് ദൈവത്തെ ആരാധിക്കാൻ പര്യാപ്തമായി തീർന്നത് മറ്റൊന്നുകൊണ്ടല്ല, അവരുടെ ഹൃദയത്തിൽ തമ്പുരാനുണ്ട്. അവരുടെ ആത്മാവിൽ ഇങ്ങനെ കനലുണ്ട്, ജ്വലിക്കുന്ന കനല്. അതിങ്ങനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുക അവരുടെ ജീവിതങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ ഈ കനലില്ലാത്തതുകൊണ്ട് വിശ്വാസത്തിലൊരു മരവിപ്പ, വിശ്വാസത്തിലൊരു മന്ദതയാ. ഇത് ആളുകളിൽ സങ്കടത്തോടെ ഒരുപാട് പേര് പറയുന്ന കാര്യം, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല,
ഒരു വ്യക്തിപരമായ ദൈവാനുഭവം ഇല്ലായ്മയുടെ, ധ്യാനാത്മകത ഇല്ലായ്മയുടെ ആത്മാവ് ആരാധിക്കാൻ പര്യാപ്തമായ ഒന്നല്ല. എപ്പോഴാണോ നിനക്ക് വ്യക്തിപരമായി ക്രിസ്തുവിനെ കുറിച്ച് ധ്യാനിക്കാൻ പറ്റുക, എപ്പോഴാണോ നിനക്ക് ഒരു വ്യക്തിപരമായ ദൈവ അനുഭവത്തിലേക്ക് വളരാൻ പറ്റുക, അവിടെ മാത്രം നമുക്ക് ആരാധിക്കാൻ പറ്റത്തുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യം എന്ന് പറയുന്നത്, ഈ ഒരു അവസ്ഥയിലേക്ക് ഞാനൊരു കാൽവെപ്പ് നടത്തണം. എപ്പോഴാണോ നിന്റെ ജീവിതത്തിൽ ദൈവത്തെ ഒന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ആദ്യ പടിയായിട്ട് ഒരു കാൽവെപ്പ് നടത്തുന്നത്, അന്ന് കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് നീട്ടുന്ന ഒരു കൃപയുടെ കരമുണ്ട്. ഇത് പരിശുദ്ധാത്മാവിലൂടെ സാധ്യമായ ഒന്നാണ്. കർത്താവിന് അതിയായ ഇഷ്ടമാണ് എന്ത്? അവിടുത്തെ ആത്മാവിനെ നമ്മളിലേക്ക് തരാൻ. എന്തിനു വേണ്ടിയിട്ട്? യേശുക്രിസ്തുവിനെ അറിയാൻ വേണ്ടിയിട്ട്. ഈ ലോകത്തിൽ യേശുക്രിസ്തുവാണ് പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തി തന്നത്, അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? യേശുവിനെ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്ക് ഈ നാളുകൾ മുഴുവൻ കടന്നുപോയിട്ടും യേശുക്രിസ്തുവിനെ വേണ്ട രീതിയിൽ അറിയാൻ പറ്റിയിട്ടില്ല. അപ്പച്ചൻ പറഞ്ഞ കണക്കാ, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ പോലെ അപ്പച്ചൻ പറഞ്ഞു 50 വർഷമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ എനിക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. വർഷങ്ങളായിട്ട് മാമോദീസ മുങ്ങി, ഈ ക്രൈസ്തവ സഭയിൽ കുർബാനയുണ്ട്, കുദാശകൾ സ്വീകരണമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആത്മീയ ശുശ്രൂഷകളുണ്ട്, ധ്യാനത്തിന് മുടങ്ങാതെ വർഷത്തിൽ 1-2 തവണ പോകുന്നുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ എന്തുണ്ടാകുന്നില്ല? ഒരു യഥാർത്ഥ ആരാധന നടക്കുന്നില്ല. എന്തോ ഒരു പിടുത്തം ഇങ്ങനെ വരികയാണ്. ഒരു തീക്ഷ്ണതയിൽ ജ്വലിക്കാൻ പറ്റുന്നില്ല, ഒരു സ്ഥൈര്യമില്ല, ഒരു നിലനിൽക്കുന്ന അഭിഷേകമില്ല, ഒരു പ്രസാദപരത്തിന്റെ യഥാർത്ഥ അനുഭവം ഉള്ളിൽ ഇങ്ങനെ പെറാൻ പറ്റുന്നില്ല. ദൈവമക്കളെ, ഇതിന് വേറെ കാരണമൊന്നുമില്ല കേട്ടോ. ഇതിന് കാരണം ഇത്രേ ഉള്ളൂ: നിന്റെ ജീവിതത്തിൽ നീ യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ അറിയാത്തിടത്തോളം കാലം ആരാധന സാധ്യമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയുന്നതിനെ ആരാധിക്കുന്നവനൊക്കെ ഈ പ്രതിസന്ധികളുടെയും വിലക്കുകളുടെയും നാളുകളിലും അവന്റെ ജീവിതത്തിൽ ആത്മീയമായിട്ട് ഒരു മരവിപ്പ് സംഭവിച്ചിട്ടില്ല. ഞാൻ ഓർക്കാണ്, ഒരു മകളെന്നോട് തുറന്നു പറഞ്ഞത്, അച്ഛൻ, ഞങ്ങളുടെ വീട് പള്ളിയിൽ നിന്ന് കുറെ ദൂരം ആയതുകൊണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോക്ക് ഒരിക്കലും സാധ്യമായിരുന്നില്ല. പക്ഷേ ഈ നാളുകളിൽ പള്ളി അടയ്ക്കപ്പെട്ട പിന്നെ ഞാൻ കുർബാന മുടങ്ങിയിട്ടില്ല. ഓൺലൈൻ കുർബാനകൾ ഒരു ദിവസം പോലും ഞാൻ കൂടാതിരുന്നിട്ടില്ല. അതുകൊണ്ട് സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ എനിക്ക് പള്ളിയിൽ പോകാൻ താല്പര്യമുണ്ട്. സാധിക്കുമ്പോഴൊക്കെ ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിന് കുറവല്ല അച്ഛാ, വിശ്വാസത്തിന് കൂടുതലാണ്. എനിക്കെന്തോ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെ ഹൃദയത്തിലൊരു ജ്വലനം കൂടുതലാണ്. പ്രിയപ്പെട്ടവർ, ഒരു വശത്ത് ഈ നാളുകളിൽ ഒത്തിരിയേറെ മക്കള് ആത്മീയ മരവിപ്പിൽ കിടക്കുന്നുണ്ടെന്ന് സത്യ. കാരണം എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ സമയം എത്രയാകും? ഉച്ചയാകും. പിന്നെന്താ ആരാധന, പിന്നെന്ത് പ്രാർത്ഥന? അവന് പ്രഭാത പ്രാർത്ഥന ഉണ്ടോ? നട്ടുച്ചയ്ക്ക് സൂര്യൻ മുഴുവൻ ശോഭയോടുകൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ അവന് പ്രഭാതം ഉണ്ടോ? കുറേ മക്കള് ഈ നാളുകളിൽ പ്രഭാതം കണ്ടിട്ട് തന്നെ കാലേറെയായി. എന്തൊരു ഗതികെട്ട അവസ്ഥയാന്ന് ചിന്തിച്ചു നോക്കി. രാത്രി മുഴുവൻ ഇങ്ങനെ 195 രാജ്യങ്ങളിലെ ആളുകളുമായിട്ട് കളിയല്ലേ? അല്ലെങ്കിൽ എന്തെല്ലാം കണ്ടു തീർക്കാനായിട്ട് കിടക്കുന്നു, എന്തെല്ലാം അഭിവാഞ്ചകൾ ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നു. ഇതൊക്കെ തീർക്കണ്ടേ? എന്താ പറഞ്ഞത്? എന്നിട്ട് അറിയേണ്ടവനെ അറിയാൻ മാത്രം സമയം. ബാക്കിയെല്ലാത്തിനും സമയമുണ്ട്. വായിക്കാൻ സമയമുണ്ട്, സൗഹൃദത്തിന് സമയമുണ്ട്, ബന്ധങ്ങൾക്ക് സമയമുണ്ട്, അഫെയറിന് സമയമുണ്ട്. എന്തിനു സമയമില്ല? പ്രാർത്ഥിക്കാൻ സമയമില്ല. അതിന് ഭയങ്കര ലിമിറ്റേഷനാണ്. എന്താ കാരണം? അവിടുത്തെ അനുഭവിച്ചിട്ടില്ല. എപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ ദൈവസ്നേഹാനുഭവത്തിൻ്റെ ഒരു കരുണ ഇങ്ങനെ ജ്വലിക്കുന്നത്? എപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള, നിന്റെ ജീവിത സൃഷ്ടിക്ക് പിന്നിലുള്ള, നിന്റെ ജീവിതത്തെ നിരന്തരം ഇങ്ങനെ ഉള്ളം കയ്യിൽ പരിപാലിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അവബോധം ഹൃദയത്തിൽ പേർന്നത്? അപ്പോൾ അറിയാതെ നീ വിളിക്കും ഓരോ ദിനത്തിലും പ്രഭാതത്തിൽ, എൻ്റെ ദൈവമേ, ഞാനിതാ ഈ ദിനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നെന്ന്. ഇതില്ലാതെ പോകുന്നവൻ വെറുതെ കിടന്നുറങ്ങി അലസതയിൽ, അസ്വസ്ഥതയിൽ, ജഡമോഹങ്ങളിൽ, ലോകാരൂപിയിൽ, അതിൻ്റെ ലഹരിയിൽ നിരന്തരമായി വ്യാപരിച്ച് അതിൻ്റെ സന്തോഷത്തിൽ ലയിച്ച് ജീവിതം ഇങ്ങനെ ഭാരമായി, അസ്വസ്ഥതയായി, അസമാധാനമായി, കോപസ്വഭാവമായി, മറ്റുള്ളവർക്ക് പാപകരമായി മുമ്പോട്ട് ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുക. ദൈവമക്കളെ, ഈ ഒരു ഗതികെട്ട ജീവിതം നയിക്കല്ലേ. നമുക്ക് തീരുമാനം എടുക്കണം ഈ ദിനത്തിൽ. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവാനുഭവത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കേണ്ട മറ്റൊരു തലമുണ്ട്. അതാണ് സഹോദര സ്നേഹബന്ധം. യോഹന്നാൻ ശ്ലീഹ 1-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ്, സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ കണ്ടിട്ടില്ല. അതാണ് യേശു സമരിയാക്കാരിയോട് പറയുന്നത്,
ഈ ഉച്ച നീചത്വങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു താഴ്ന്ന നിലയിലുള്ളവള് ഉയർന്ന ജാതിയിലുള്ള ഒരുവന് വെള്ളം പകർന്നു കൊടുക്കാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് നീ യഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് വെള്ളം ചോദിക്കുന്നത് എന്തെന്നൊക്കെ അവൾ പറഞ്ഞു വെക്കാനായിട്ടുള്ള കാരണം. നോക്കണേ, ഒരു വല്ലാത്ത ഉച്ച നീചത്വത്തിന്റെ വേർതിരിവ് അവിടെ ഉണ്ട്. എവിടാണോ നമ്മുടെ ജീവിതത്തിൽ ഈ വേർതിരിവുള്ളത്, അവിടെ ഒന്നും ദൈവാരാധനയില്ല. പ്രൗഢഗംഭീരമായ ദേവാലയം ഉണ്ടായിക്കോട്ടെ പ്രിയപ്പെട്ടവരെ, ആയിരങ്ങള് കൂടിയിരിക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടായിക്കോട്ടെ പ്രിയപ്പെട്ടവരെ, അവിടെ ഒന്നും ദൈവാനുഭവം ഉണ്ടാകണം നിർബന്ധമില്ല. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ ഓർമ്മിപ്പിച്ച് വെക്കുന്നത് പോലെ, നിങ്ങളുടെ ഇടയിൽ വലിയവൻ ചെറിയവൻ എന്നുള്ളതായ ഭിന്നിപ്പ് എവിടെ നിലനിൽക്കുന്നോ അവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഭക്ഷിക്കുന്നത് ക്രിസ്തുവിൻ്റെ അപ്പമല്ല. പ്രാർത്ഥന കൂട്ടായ്മകളും കൺവെൻഷനുകളും ആത്മീയ ശുശ്രൂഷകളും ഒക്കെ ഒരു വല്ലാത്ത വേർതിരിവും വിടവും പ്രഘോഷകനും ശ്രോതാവും തമ്മിൽ ഉണ്ടാക്കുന്നെങ്കിൽ ദൈവാനുഭവം ഇല്ല. അത് ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ വാക്കല്ല. നമ്മൾ തിരിച്ചറിയേണ്ട ഒന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഈ സഹോദര സ്നേഹം, ഈ കൂട്ടായ്മയുടെ ബന്ധം അയൽവാസികളുമായിട്ടാകാം, ബന്ധുമിത്രാദികളുമായിട്ടാകാം, കുടുംബങ്ങളിലുള്ളവർ തമ്മിലാകാം, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള മറ്റുള്ളവരുമായിട്ടാകാം. ഇതെവിടെയാണോ മുറിഞ്ഞു കിടക്കുന്നത് അവിടെ ദൈവസ്നേഹത്തിൻ്റെ നീർച്ചാൽ ഒഴുകിയെത്തത്തില്ല. കാരണം എന്താണ്? ഇതിനെ ബന്ധിപ്പിക്കുന്ന കണ്ണി എന്ന് പറയുന്നത് ദൈവസ്നേഹാനുഭവം. അതുകൊണ്ട് എപ്പോഴാണോ നിന്റെ ജീവിതത്തിൽ സഹോദര സ്നേഹത്തിന്റെ വിടവിനെ നികത്താൻ മാത്രം നീ ഒരു തൽപരത എടുക്കുക, അപ്പോഴാണ് നിനക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, പകയുടെ, നീരസത്തിന്റെ, മാനസിക അകൽച്ചയുടെ അനുഭവങ്ങളിൽ ദൈവാനുഭവം ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞു വെക്കുക, പള്ളിയിൽ എന്ത് സംഭവിക്കുന്നില്ല, പള്ളിക്ക് പുറത്ത് എന്ത് സംഭവിക്കുന്നു. ഇതാ നിന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ക്രിസ്താനുഭവം. ദേവാലയത്തിൽ എനിക്ക് സ്തുതിക്കാം, എനിക്ക് ആരാധിക്കാം, നിർത്താത്ത പ്രവാഹമായിട്ട് പ്രാർത്ഥനകൾ ഇങ്ങനെ വരാം. പക്ഷെ നിന്റെ ജീവിതത്തിൽ നിന്റെ സഹോദരങ്ങളെ കുറിച്ച്, നിന്റെ കുടുംബത്തിലുള്ളവരെ കുറിച്ച് നന്മ ചിന്തിക്കാൻ മാത്രം നിന്റെ ജീവിതത്തിൽ പര്യാപ്തമാകുന്നുണ്ടോ എങ്കിൽ ദൈവാനുഭവം ഉണ്ട്. ഈ സഹോദര ബന്ധത്തിൽ അധിഷ്ഠിതമായ ദൈവാനുഭവത്തിൽ നിന്നാണ് നീ ക്രിസ്തു സ്നേഹത്തിലേക്ക് വളരുക. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞു വെച്ചതുപോലെ, ഇനിമേൽ ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കത്തില്ല, സ്നേഹിതന്മാരെന്ന് വിളിക്കത്തുള്ളൂ. ബന്ധം കൂടുതൽ ആഴപ്പെട്ട് കഴിഞ്ഞു. ഇനി ഈ ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ ഒരു മതിൽക്കെട്ടില്ല, അത് പൊളിക്കപ്പെട്ട് കഴിഞ്ഞു. ദൈവസ്നേഹാനുഭവം ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറ്റപ്പെടേണ്ട ഒന്നാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ മതിൽക്കെട്ടുണ്ടെങ്കിൽ ഈ ദൈവസ്നേഹാനുഭവം പകർന്നു കിട്ടത്തില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നാളുകളിൽ അറിയുന്നതിനെ ആരാധിക്കുന്ന യഥാർത്ഥ ദൈവസ്നേഹാനുഭവം എനിക്ക് സ്വന്തമാകണമെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ വ്യക്തിപരമായി അറിയണം. അതിന് ഈ വചനത്തിലേക്ക് ഞാൻ ആഴപ്പെട്ടിറങ്ങണം. അതിന് പ്രാർത്ഥനയിലേക്ക് ഞാൻ ആഴപ്പെട്ടിറങ്ങണം. അതിന് ത്യാഗപൂർവമായ ജീവിതത്തിലേക്ക് ഞാൻ ആഴപ്പെട്ടിറങ്ങണം. അതിന് എൻ്റെ ജീവിതത്തിലെ മതിൽക്കെട്ടുകൾ പൊളിച്ച് സഹോദര സ്നേഹത്തിലേക്ക് എൻ്റെ ജീവിതം കടന്നു ചെല്ലാൻ പര്യാപ്തമാകണം. അവിടെ ഞാൻ ആഴമായ ഒരു വ്യക്തിപരമായ ദൈവാനുഭവത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ട് അതിൻ്റെ പടവുകൾ സാവധാനം ചവിട്ടിക്കയറണം. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതം യേശുക്രിസ്തുവിലേക്ക് വളരും. പിന്നെ പിരിയാനാകാത്ത ഒരു ബന്ധം എൻ്റെ ജീവിതത്തിൽ സംജാതമാകും. അവിടെ ഞാൻ അറിയുന്നതിനെ ആത്മാവിലും സത്യത്തിലും യഥാർത്ഥ ആരാധന നടത്തുന്ന വ്യക്തിയായിട്ട് മാറും. ഈ ഒരു അനുഭവം നമ്മൾ ഒരിക്കലും ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും, ഏത് ദുരന്തങ്ങളിലൂടെ കടന്നുപോയാലും ക്രിസ്തുവുമായിട്ട് വേർതിരിക്കാനാകാത്ത ഒട്ടിച്ചേർന്ന ഒരു ബന്ധത്തിലേക്ക് വളർത്തും. പൗലോസ്ലീഹയെ പോലെ ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണെങ്കിലും ജീവിക്കുന്നതെന്ന് പറയാൻ പറ്റും. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് പറയാൻ പറ്റും. അവിടുത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും വിലപ്പെട്ടതാകിയാൽ മറ്റുള്ളവയെല്ലാം ഉച്ഛിഷ്ടം പോലെ ഞാൻ കണക്കാക്കുന്നെന്ന് പറയാൻ പറ്റും. ജീവിതത്തിൽ മറ്റെല്ലാ ലോക സുഖങ്ങളെയും നേട്ടങ്ങളെയും നൈമിഷിക സന്തോഷങ്ങളേക്കാൾ ഉപരിയായി ആ ദൈവാനുഭവം നിന്റെ ജീവിതത്തിലേക്ക് പകരുന്ന ഒരു ആനന്ദമുണ്ട്, നിന്റെ ജീവിതത്തിലേക്ക് പകരുന്ന ഒരു സംതൃപ്തിയുണ്ട്, നിന്റെ ജീവിതത്തിലേക്ക് പകരുന്ന ഒരു സമാധാനവും സുരക്ഷിതത്വമുണ്ട്. അത് അനുഭവിച്ചറിയാൻ കർത്താവ് നമ്മളെ പര്യാപ്തരാക്കും. ഓരോ ജീവിതങ്ങളെയും കർത്താവ് സമൃദ്ധിയോടെ അനുഗ്രഹിക്കട്ടെ. ആരാധനയുടെ നിമിഷങ്ങളിൽ ദൈവാരൂപിയാൽ നിറയപ്പെട്ട് ദൈവാനുഭവത്തിൽ നിറഞ്ഞ് അവിടുത്തെ ആരാധിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്നെക്കുറിച്ച് കരുതലുള്ള നല്ല ദൈവമേ, ഇന്നോളം എൻ്റെ ജീവിതത്തെ അങ്ങയുടെ ഉള്ളംകൈയിൽ പരിപാലിച്ച് നടത്തിയിട്ടുള്ള, അങ്ങയുടെ കാരുണ്യത്തിൽ മാത്രം ആശ്രയിക്കുന്ന, എൻ്റെ ജീവിതത്തെ അവിടുന്ന് കരുണയോടെ ഇന്നോളം അനുഗ്രഹിച്ചിട്ടുള്ള എല്ലാ അനുഭവങ്ങളെ ഓർക്കുന്ന ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയിട്ടുള്ള നിരവധിയായ ദാനങ്ങളുണ്ട്. അളവില്ലാത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തെ അവിടുന്ന് സമ്പന്നമാക്കിയിട്ടുണ്ട്.
എന്നിട്ടും പലപ്പോഴും എനിക്ക് ലഭിക്കാതെ പോയ കാര്യങ്ങളെക്കുറിച്ചും പരാതിപ്പെട്ടും പഴി പറഞ്ഞ് ഞാൻ എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. ഓ യേശുവേ, എല്ലാത്തിനും മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെക്ക് നൽകിയ സ്നേഹം, അങ്ങനെക്ക് നൽകിയ സ്നേഹിക്കാനും കരുണ കാണിക്കാനും അനുകമ്പ കാണിക്കാനുമായിട്ടുള്ള ആർദ്ര ഹൃദയം, അങ്ങനെക്ക് തന്നിട്ടുള്ള വിശുദ്ധി, ദാനമായി നൽകിയ വിശ്വാസം, ഈശോ ഇവയൊന്നും വർദ്ധിപ്പിക്കാതെ ഭൗതികമായ നേട്ടങ്ങളും സുഖങ്ങളും ഇല്ലാതെ പോയതിനെ കുറിച്ചുള്ള പരാതിയോടെ പരിഭവത്തോടെ ഞാൻ ഏറെ നാൾ ജീവിച്ചിട്ടുണ്ട്. കർത്താവേ, ഈ നിമിഷം തിരിച്ചറിവോടെ എല്ലാത്തിനും മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഭൗതിക സുഖങ്ങൾ ഒരിക്കലും എന്നെ അങ്ങയോട് ഒട്ടിച്ചേർക്കുകയില്ലെന്ന് ഞാൻ തിരിച്ചറിയുക. ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഞാൻ ഏറ്റുപറയുക, എല്ലാം അങ്ങയുടെ ദാനമാണ്, എല്ലാം അവിടുന്ന് എനിക്ക് നൽകിയത് മാത്രമാണ്. ബോധ്യത്തോടെ തിരിച്ചറിവോടെ നിന്റെ മുമ്പാകെ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചിതാ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതൊത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാൽ ആയുസ് മുഴുവൻ നന്ദി പറഞ്ഞാലും തീരില്ല ദൈവം. നന്ദി തീരുമോ? ഈ തിരിച്ചറിവ് കിട്ടിയ എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തട്ടെ. ഈ ബോധ്യം കിട്ടിയ എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തട്ടെ. മകനെ, മകളെ, നീ വിശ്വസിച്ച് കർത്താവ് തന്നതാണ് സകലതും, ദൈവത്തിൻ്റെ ദാനമാണ് സകലതും. ആ വിശ്വാസത്തോടെ ബോധ്യത്തോടെ സകലതും കർത്താവിലേക്ക് കൊടുത്തുകൊണ്ട് കർത്താവിനെ ഒന്ന് ആരാധിക്കുന്ന നിമിഷങ്ങളിൽ നിന്റെ ജീവിതത്തെ സമസ്ത മേഖലകളിലെയും കർത്താവ് അനുഗ്രഹിക്കും. നിന്റെ വ്യക്തി ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കും. നിന്റെ ജീവിതത്തിൻ്റെ തഴക്ക ദോഷങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരമുയരും. നിന്റെ ജീവിതത്തിൻ്റെ പാപകരമായ അവസ്ഥകളുടെ മേലെ, ബലഹീനതകളുടെ മേലെ കർത്താവിൻ്റെ കരമുയരും. നിന്റെ സമ്പത്തിന് മേലെ കർത്താവിൻ്റെ കരമുയരും. നിന്റെ കുടുംബത്തിന് മേലെ കർത്താവിൻ്റെ കരമുയരും. നിന്റെ കടബാധ്യതകളുടെ മേലെ കർത്താവിൻ്റെ കരമുയരും. നിന്റെ രോഗപീഠകളുടെ മേലെ കർത്താവിൻ്റെ കരമുയരും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, കർത്താവെ, അങ്ങനെയുള്ള ശരണം എന്നിൽ വർദ്ധിപ്പിക്കണമേ. എല്ലാ ദൈവമക്കളും കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് സ്തുതിക്കട്ടെ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക കുടുംബങ്ങളെ കർത്താവ് ആശീർവദിക്കുന്ന സമയമാണ്. വ്യക്തി ജീവിതങ്ങളിലേക്ക് കർത്താവ് കരുത്ത് പകരുന്ന ഒരു സമയമാണ്. ഈശോ ഇതാ നിന്റെ ജീവിതത്തെ ആശീർവദിക്കുന്നു, നിന്റെ കുടുംബത്തെ ആശീർവദിക്കുന്നു, നിന്റെ വയലുകളെ ആശീർവദിക്കുന്നു, നിന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ ഈശോ ആശീർവദിക്കുന്നു. അവിടെയുള്ള കെട്ടുബന്ധനം യേശു അഴിച്ച് വിടുവിച്ച് ശക്തി പകരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപകർഷതാബോധം നീങ്ങിപ്പോകട്ടെ, അനിശ്ചിതാവസ്ഥകൾ നീങ്ങിപ്പോകട്ടെ, അസ്വസ്ഥ ചിന്തകൾ നീങ്ങിപ്പോകട്ടെ, ദൈവവിശ്വാസം നിറയട്ടെ, ദൈവസ്നേഹാനുഭവം നിറയട്ടെ, സഹോദര സ്നേഹം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമം ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.